ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. നിങ്ങളോട് ദൈവവചനം പറയുവാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് അനുവാദം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും കേൾവിക്കാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അവിടെ ഇവിടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ നാളുകൾ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനാപൂർവം ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കണമേ. തുടർച്ചയായി ദൈവവചന പഠന പരമ്പര ആയതുകൊണ്ട് ഒന്നുപോലും വിടാതെ എല്ലാ മെസ്സേജുകളും നിങ്ങൾ കേൾക്കുവാൻ താല്പര്യമെടുക്കണം. വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ധാരാളം മർമ്മങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതൊരു അന്ത്യകാലഘട്ടമായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരും. മനുഷ്യരുടെ വ്യാഖ്യാനമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇതിലെ ഏറ്റവും ആഴമേറിയ സത്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി തരും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ തരുണത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിലെ 7 പെരുന്നാളുകളെ കുറിച്ചാണ് ഈ നാളുകൾ ചിന്തിച്ചു വരുന്നത്. അതിനകത്ത് ആ പെരുന്നാളുകൾ ദൈവം എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഹെഡിങ്ങിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ദൈവം ആ പെരുന്നാളുകൾ കൊടുക്കുവാൻ കാരണം മനുഷ്യർ സ്വാഭാവികമായിട്ടും അവർ ഓർമ്മ പല കാര്യങ്ങളിലും ദൈവം ചെയ്ത പല കാര്യങ്ങളും ഓർമ്മയില്ലാതെ പല കാര്യങ്ങളും മറന്നു പോകുന്നത് കൊണ്ട് ദൈവം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അഥവാ പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ പെരുന്നാളുകളെല്ലാം കൽപ്പിച്ചു കൊടുത്തത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇറ്റ് ഈസ് ഫോർ റിമെമ്പറൻസ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഈ ഓരോ പെരുന്നാളുകളും ആചരിക്കുമ്പോൾ ഓരോരോ സംഭവങ്ങളെ, ഓരോരോ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ കനാൻ നാട്ടിൽ വന്നവർ സെറ്റിൽ ആകുന്ന സമയം വരെയുള്ള സമയങ്ങളിൽ അവർ നടത്തേണ്ട ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവം അവർക്ക് ചെയ്ത ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മ പെരുന്നാളുകളാണ് ദൈവം അവർക്ക് നൽകിയത് എന്ന് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം ഈ പെരുന്നാളുകൾ കൊടുക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും, ഇറ്റ് വാസ് എ പ്രോഫറ്റിക്കൽ തിങ്, അഥവാ ഇതൊരു പ്രവചനപരമായൊരു കാര്യം കൂടെ ആയിരുന്നു. അഥവാ ഈ പ്രവചനപരമായി എന്ന് പറയുമ്പോൾ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ നിഴലായിട്ട് ദൈവം ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ഏറ്റവും സന്തോഷം തരേണ്ട ഒരു കാര്യം, ദൈവം ഇത്രമാത്രം ബുദ്ധിയോടെ, ദൈവം എത്രമാത്രം വിവേകത്തോടെ, ദൈവത്തിൻ്റെ അറിവ് എത്രമാത്രം, ആ അറിവിൻ്റെ ആഴമെന്ന് പറയുന്നത് എത്രമാത്രമാണെന്ന് നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഒരു കൂട്ടം ആളുകൾക്ക് ഉത്സവമായി ആചരിക്കുവാനായി പറഞ്ഞ കാര്യങ്ങളിൽ ഇത്രമാത്രം ആഴമേറിയ അർത്ഥങ്ങൾ അന്നേ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നത് പഠിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തരുന്ന ഒരു വസ്തുത. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഓരോ പെരുന്നാളുകൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റിലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവം പെസഹ പെരുന്നാൾ കൊടുത്തപ്പോൾ അത് യാദർശികമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി നടന്ന ഒരു സംഭവമായിട്ടല്ല, പിന്നെയോ ലോകത്തിലേക്ക് വരാനുള്ള വലിയ ഒരു സംഭവത്തിൻ്റെ വിരൽ ചൂണ്ടി അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയായി ആ പെസഹ പെരുന്നാൾ നിൽക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങൾ അവരൊക്കെ പെസഹ പെരുന്നാൾ ആചരിച്ചെങ്കിലും യേശുക്രിസ്തുവിനെ ആ ക്രൂശിക്കുന്ന സമയത്ത് ആ ദിവസം പോലും പെസഹ പെരുന്നാളായിരുന്നു. എന്നാൽ അവർക്കാർക്കും അതിൻ്റെ പൊരുൾ മനസ്സിലാകാതിരുന്നപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന ദൈവസഭയ്ക്ക് ഇന്ന് അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മർമ്മം എന്താണ് എന്നുള്ളത് ഇത് ആചരിച്ച പലർക്കും അറിയത്തില്ലായിരുന്നു. അവർ പെസഹ കുഞ്ഞാടിനെ അറുക്കുകയുണ്ടായി, രക്തം പുരട്ടുകയുണ്ടായി, അവര് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയുണ്ടായി, കയ്പ് കഴിക്കുകയുണ്ടായി. ഇതെല്ലാം അവർ ആചരിച്ചെങ്കിലും അവർക്ക് അതിൻ്റെ പൂർണ്ണമായ വെളിപ്പാട് ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഓർക്കേണ്ട ഒരു സത്യം, ദൈവം നമ്മളോട് എത്ര കരുണയാണ് കാണിച്ചത്. ഈ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം നമ്മൾക്ക് വരം തന്നിരിക്കുന്നു. അവൻ വിളിച്ചത് കൊണ്ട്, അവൻ വാർതിരിച്ചത് കൊണ്ട്, അവൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്തത് കൊണ്ട്, അവൻ്റെ സഭയിലെ അംഗങ്ങളായി മാറിയത് കൊണ്ട്, അവൻ്റെ ശരീരത്തിലെ അംഗങ്ങളായി നാം മാറിയത് കൊണ്ട് നമുക്ക് ഈ വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളുമായിട്ട് ഇത് വളരെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ പ്രവചനപരമായി ദൈവം ഇത് കൽപ്പിച്ചു തരികയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്നാമതായിട്ട് പാസ് ഓവർ ഫീസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പെസഹ പെരുന്നാളിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പെസഹ പെരുന്നാൾ ലോകത്തിലേക്ക് വരാനുള്ള ഊനമില്ലാത്ത പെസഹ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ എടുക്കണം, അതിനെ 4 ദിവസം നിർത്തണം എന്നെല്ലാം പറഞ്ഞ് ദൈവം അങ്ങനെയുള്ള പെരുന്നാളുകളുടെ ക്രമീകരണങ്ങളെല്ലാം പറയുമ്പോൾ അതിനകത്ത് അന്തർലീനമായിരുന്ന, അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്ന, അതിനകത്ത് ഏറ്റവും കാമ്പായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അത് ലോകത്തിലേക്ക് വരാനുള്ള യേശുക്രിസ്തുവിന്റെ കാര്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവം പ്രസ്താവിച്ചത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വചനം വിശ്വസിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ കാരണം, ഇതൊരു സാധാരണ ലോകത്തിലുള്ള ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും ഒരു കെട്ടുകഥയോ ഒരു അമ്മമ്മ കഥയോ അല്ല. പിന്നെയോ ഇത് നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത സത്യവചനമാണ്. അതുകൊണ്ടാണ് ഇതിനെ സത്യവചനം എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി ബൈബിൾ മാറിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, ഇത് സത്യവചനമായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുക, പാസ് ഓവർ ഫീസ്റ്റ് ദൈവം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പെസഹ പെരുന്നാൾ ദൈവം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് അതിന് പിന്നിൽ വലിയ പദ്ധതി ഉണ്ടായിരുന്നു, ഉദ്ദേശമുണ്ടായിരുന്നു. ലോകത്തിലേക്ക് വരാനുള്ള മശിഹായെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദനമാണ് നിഴലായി ദൈവം കൊടുത്തത്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ചിന്തിക്കാം. എന്നാൽ പ്രവചനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ എന്ന് വളരെ വ്യക്തമായി പൗലോസ് വചനത്തിൽ കൂടെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പെസഹ പെരുന്നാൾ പ്രവചനപരമായി ഇത് നമ്മെ ഉദ്ദേശിച്ചാണ്. അഥവാ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരാൻ പോകുന്നു. ആമേൻ. ഒരു ദിവസം അവന് പ്രത്യേക സമയത്ത് ക്രൂശിക്കപ്പെടുമെന്നും ആ ആടിനെ ദൈവം നിഴലായി പെസഹ പെരുന്നാളിലൂടെ കാണിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് അൺലിവൻ ബ്രെഡിന്റെ ഫീസ്റ്റാണ്, അഥവാ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പെസഹ പെരുന്നാൾ ആചരിക്കുന്ന ഒരു വ്യക്തി, അഥവാ അവന് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു നടത്തിയ യാഗബലിയിൽ വിശ്വസിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ രക്തത്തിൽ മറഞ്ഞ് വിശ്വാസത്താൽ അകത്ത് പ്രവേശിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ അതിൻ്റെ തൊട്ടുപുറകെയുണ്ട്. അതെന്താണ്? അവർ പുളിപ്പില്ലാത്തവരായിരിക്കണം, അഥവാ അവർ വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ ജനമായി മാറിക്കഴിയുമ്പോൾ അവർ വിശുദ്ധരാകണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുവാനായി പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് ആ ഭാഗത്ത് തന്നെ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ തന്നെ ഒരു പ്രത്യേക വിഷയം ഡീൽ ചെയ്ത് ആമേൻ കർത്താവിൻ്റെ ദാസൻ എഴുതുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഭാഗത്ത് ദൈവദാസൻ പറയുകയാണ്, നിങ്ങളും പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കണം, നിങ്ങളിൽ പാപം പാടില്ല, നിങ്ങൾ പുളിപ്പ് പാടില്ല, നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായി മാറിക്കഴിയുമ്പോൾ, വീണ്ടും ജനനത്താൽ ആമേൻ ദൈവരാജ്യത്തിൽ ജനിച്ച ആളുകൾ, ഹല്ലേലൂയ, അവർ രാജാക്കന്മാരെ പോലെ ജീവിക്കണം. താഴ്ന്ന് ജീവിക്കാൻ പാടില്ല. ഉയരത്തിലുള്ളത് അന്വേഷിച്ചും കൊണ്ട്, ഉയരത്തിലുള്ളത് ചിന്തിച്ചും കൊണ്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന് വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന ദൈവത്തിന്റെ ദാസൻ പറയുന്നു.
പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇത് പ്രവചനപരമായി ഒരു കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുമെന്നും അവര് വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ ആ പാതയിലൂടെ വിശുദ്ധരായി പുളിപ്പില്ലാത്തവരായി സഞ്ചരിക്കുമെന്നും ദൈവത്തിന്റെ മുന്നറിവിൽ അറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് തൻ്റെ ജനത്തിന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കൊടുക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു വസ്തുത, മൂന്നാമത്തെ പെരുന്നാൾ ദൈവം കൊടുക്കുകയാണ്. ദൈവം മൂന്നാമത്തെ പെരുന്നാൾ കൊടുക്കുമ്പോൾ അത് ആദ്യഫല പെരുന്നാളാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ദൈവം അവര് കൊടുക്കുന്ന നന്മകളിൽ ആദ്യത്തെ ഫലം ദൈവത്തിന് കൊടുത്തും കൊണ്ട് അത് മറന്നുപോകാതെ ദൈവത്തിന് കൊടുക്കണമെന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യഫല പെരുന്നാൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതെങ്കിൽ, പ്രവചനപരമായി ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? നമുക്കറിയാം, ആദ്യ ഫലക്കറ്റ നീരാജനം ചെയ്യുന്ന ഒരു പ്രത്യേക സമയം ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ ഉത്സവത്തിൽ നടന്നിരുന്നു. അതെന്താണ്? ആ കൊയ്ത്തെല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുൻപേ ആദ്യഫല പെരുന്നാള് വന്നു കഴിയും. അപ്പോൾ എന്താ ചെയ്യുന്നത്? കറ്റകളൊന്നും മൂത്ത് പാകമായിട്ടില്ല. എന്നാൽ ഒരു നിലത്ത് നമുക്കറിയാം, കൃഷി ചെയ്യുമ്പോൾ ചില കതിരുകൾ വളരെ വേഗത്തിൽ പാകമാകും. അങ്ങനെ കതിരുകൾ ചില ചെടികളിൽ നിന്ന് പാകമാകുന്ന, വളരെ നേരത്തെ തന്നെ വിളയുന്ന ആ പാകമായ നെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗോതമ്പിൽ നിന്ന് ആ ആദ്യഫലത്തെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറ്റ കൊണ്ടുവന്ന് അത് ഒരു കറ്റയാക്കി മാറ്റും. ആ കതിരുകളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു കറ്റയാക്കി മാറ്റും. ആ കറ്റയെല്ലാം കൂടെ ചേർത്ത് വെച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന പുരോഹിതന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ പുരോഹിതൻ അതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യും. അപ്പൊ നമുക്കറിയാം, ഇത് പാകമായതുകൊണ്ടാണ് ആദ്യഫലക്കറ്റയാകാൻ കഴിഞ്ഞത്. ഇത് പാകമായതുകൊണ്ടാണ് ദേവാലയത്തിൽ കയറാൻ കഴിഞ്ഞത്. ഇത് പാകമായതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അതിനിങ്ങനെ ആട്ടാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ കൂടെയുള്ളതെല്ലാം ഇതിന്റെ കൂടെയുള്ളതെല്ലാം വയലിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് പാകമാകുമ്പോൾ അത് ഇവിടെ വന്നുകൊള്ളും എന്ന മൗനമായിട്ട് ഹല്ലേലൂയ ഈ കറ്റ പ്രതിദാനം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിൽ നമുക്കൊരു സത്യം മനസ്സിലാകും. ഇതേ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും കർത്താവ് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസൻ ഒരു വാക്കിങ്ങനെ എഴുതി. ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം അവന്റെ വരവിങ്കൽ എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആദ്യത്തെ ഫലം യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ ഇത് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ, യേശുക്രിസ്തുവാണ് ലോകത്തിൽ ആദ്യ ഫലമായി. ലോകത്തിലുള്ള സകല മഹാന്മാരും മരിച്ച് കല്ലറയിൽ ഒരുങ്ങിപ്പോയി. എന്നാൽ ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ കാരണം എന്താണ്? അവൻ മരണത്തിൽ നിന്ന് ആദ്യജാതൻ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് ചെന്ന് അവൻ ഹല്ലേലൂയ ആദ്യഫലക്കറ്റ പോലെ അവൻ ഹല്ലേലൂയ പാകമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ദൈവസന്നിധിയിലേക്ക് താൻ ചെല്ലുകയാണ്. അത് നിഴലായി ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ കാണിക്കുകയായിരുന്നു. ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുമ്പോൾ ആ പുരോഹിതൻ പോലും ഈ സത്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല. അവരുടെ രക്ഷകനായി ലോകത്തിലേക്ക് വരാനുള്ള യേശുക്രിസ്തു ലോകത്തിൽ വരുമെന്നും അവൻ മരിക്കുമെന്നും കല്ലറയിൽ അടക്കപ്പെടുമെന്നും 3-ാം നാളിൽ മരണത്തെ മലർത്തിയടിച്ച് ഉയർത്തെഴുന്നേറ്റ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കും എന്നുള്ളത് ആ നീരാജനം ചെയ്ത ആ ദൈവദാസൻ പോലും അറിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യേശുക്രിസ്തു മൂലം
നമുക്കെല്ലാവർക്കും പ്രത്യാശയുടെ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആദ്യഫല പെരുന്നാളും കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം കാര്യങ്ങളെ ചെയ്തു. നമുക്കതിൻ്റെ വിശദീകരണം പിന്നീട് ഞാൻ സമയം അനുവദിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാം. എന്നാൽ അടുത്തതായിട്ട് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ അവർക്ക് കൊടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചതിൻ്റെ, അഥവാ സീനായുടെ പർവ്വതത്തിൻ്റെ നെറുകയിൽ ദൈവം ഇറങ്ങിയപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചതിൻ്റെയും ദൈവ മഹത്വം കണ്ടതിൻ്റെയും ഉള്ള ഓർമ്മയ്ക്കായിട്ടായിരുന്നു അവർക്ക് ദൈവം പെന്തക്കോസ്ത് പെരുന്നാൾ കൊടുത്തത് എങ്കിൽ, ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ വന്നിരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നു. അഥവാ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുക. നമുക്കറിയാം, അബീബ് മാസം 14-ാം തീയതി പെസഹ പെരുന്നാൾ ആയിരുന്നെങ്കിൽ അതിൻ്റെ 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുവാനായി ദൈവം പറഞ്ഞത്. അപ്പൊ പെന്തക്കോസ്ത് പെരുന്നാളിൽ അവരെല്ലാവരും എല്ലാ വർഷവും വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളായതുകൊണ്ട് അവരെല്ലാ വർഷവും ആചരിക്കുമായിരുന്നു. എന്നാൽ അവരറിയാത്തൊരു വലിയ സത്യം പുതിയ നിയമത്തിൽ ഉടലെടുക്കുകയുണ്ടായി, അഥവാ വെളിപ്പെടുകയുണ്ടായി. ഇതാണ് മർമ്മം എന്ന് പറയുന്നത്. ദൈവം അതിനെത്ര മാധുര്യമാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഹല്ലേലൂയ. അബീബ് മാസം 14-ാം തീയതി ഹല്ലേലൂയ അവരുടെ പെസഹ പെരുന്നാളിൻ്റെ കൃത്യം 50-ാമത്തെ ദിവസമായപ്പോൾ യേശുക്രിസ്തു മരിച്ച് ക്രൂശിൽ മരിച്ച ആ ദിവസത്തിൻ്റെ 50-ാമത്തെ ദിവസത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ വരികയാണ്. അഥവാ ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ ദേവാലയത്തിൽ ധാരാളം ആളുകൾ ഹല്ലേലൂയ ആ കീറപ്പെട്ട തിരശ്ശീലയ്ക്ക് മുമ്പിൽ ധാരാളം ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക, ഒരു സ്ഥലത്ത് അവരെല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. അവർ ചെയ്ത കാര്യം പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അവസാനിക്കുന്നത് അവർ നിരന്തരം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു മനസ്സോടെ കൂടിയിരുന്നപ്പോൾ, ഒരിടത്ത് കൂടിയിരുന്നപ്പോൾ അവരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നമ്മെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം, 120 പേര് കൂടിയിരുന്ന ആ മാളിക മുറിക്കകത്ത് യേശുവിൻ്റെ അമ്മ ഹല്ലേലൂയ യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത അവൻ്റെ സ്വന്തം മാതാവ് ഹല്ലേലൂയ അവളും അവിടെ ആത്മാവിനെ പ്രാപിക്കുവാനായി കാത്തിരുന്നു. പെന്തക്കോസ്ത് ദിവസം അവരെല്ലാവരും 120 പേര് കൂടിയിരുന്ന് ആത്മാവിൽ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ച ആർക്കും ഈ ഒരു സത്യം അവർക്ക് അറിയത്തില്ലായിരുന്നു, ഈ സത്യം അവർക്ക് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ ദൈവം പ്രവചനപരമായി തൻ്റെ സഭയ്ക്ക് വേണ്ടി തൻ്റെ സഭ അന്ന് ആരംഭിക്കുമെന്നും തൻ്റെ സഭ പെന്തക്കോസ്ത് നാളിൽ പുതിയ ഒരു ജാതിയിൽ നിന്നും യഹൂദയിൽ നിന്നും കൂടി വരുന്ന ഒരു പുതിയ പ്രത്യേക സംവിധാന ലോകത്തിലുണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് പെന്തക്കോസ്ത് പെരുന്നാൾ അവർക്ക് കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ 22-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അവിടെ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 22 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പെരുന്നാളുകളെ കുറിച്ചൊന്നും പറയാതെ ഒരു ഇടവേളയാണ് വരുന്നത്. കാഹള പെരുന്നാൾ വരുന്നതിന് മുൻപേ ഒരു ഇടവേള ദൈവം കൊടുത്തിരിക്കുന്നു. ആത്മീയ അനുഭാവികളാകുന്ന ദൈവമക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വസ്തുത അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? കാഹളം ധ്വനിക്കുന്നതിന് മുൻപേ, അഥവാ കാഹള പെരുന്നാൾ വരുന്നതിന് മുൻപേ ഒരു കൊയ്ത്ത് കാലയളവ് അഥവാ ഒരു ഇടവേള ദൈവം കൽപ്പിച്ചു കൊടുത്തു. എന്താണ് ഈ ഇടവേള? നമുക്കറിയാം, ഇന്ന് പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം, അഥവാ പുതിയ നിയമത്തിന്റെ പെന്തക്കോസ്ത് സഭ ആരംഭിച്ചതിന് ശേഷം 2016 വർഷത്തോളമാകുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഹല്ലേലൂയ
കാഹള പെരുന്നാളിൻ്റെ സമയമായിട്ടില്ല, അഥവാ കർത്താവിൻ്റെ കാഹളധ്വനി മധ്യാകാശത്ത് ഇതുവരെയും ഹല്ലേലൂയ ധ്വനിച്ചിട്ടില്ല. ഇതൊരു ഇടവേളയാ. ആ ഇടവേളയുടെ പ്രത്യേകത എന്താണ്? അത് കൊയ്ത്തിൻ്റെ കാലയളവാണ്. ആ കൊയ്ത്തിൻ്റെ കാലയളവുകളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൊയ്ത്ത് കാലയളവിൽ കൊയ്ത്ത് നടക്കും. അതിനെ തുടർന്ന് അടുത്ത പെരുന്നാൾ വരും, 6ാമത്തെ പെരുന്നാൾ. അത് കാഹള പെരുന്നാളാണ്. ഈ കാഹളം ധരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസഭയുടെ നിന്ന് എടുക്കപ്പെടും എന്നുള്ളത് ദൈവ നേരത്തെ അവരാ പെരുന്നാൾ ആചരിക്കുന്നതോടുകൂടെ ആമേൻ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ നമുക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ സ്ഫടിക തുല്യമായി സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. 6ാമത്തെ പെരുന്നാൾ കാഹള പെരുന്നാളാണെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുകയുണ്ടായി. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ മഹാപാപപരിഹാര പെരുന്നാളാണ്. മഹാപാപപരിഹാര പെരുന്നാൾ യേശുക്രിസ്തു ഇവിടെ തന്നെ ദൈവസഭയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യഹൂദൻ തന്നെത്താൻ അനുദപിച്ച് അവനൊരു അനുതാപത്തിന്റെ ദിവസങ്ങൾ വരുന്നു. അനുതാപത്തിന്റെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 7 വർഷക്കാലം അവന് ഈ ലോകത്തിൽ അവന് കരച്ചിലും വേദനയും നെടുവേർപ്പമുള്ള മഹോപദ്രവകാലം, യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നു. ആ കാലയളവിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ അനേക യഹൂദന്മാർ കടന്നു വരുവാനിടയായിത്തീരും. 7ാമതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, ഈ മഹാപാപപരിഹാര പെരുന്നാൾ കഴിയുമ്പോഴാണ് കൂടാര പെരുന്നാൾ. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തുവിനോടുകൂടെ ഒരു കൂടാരവാസമുണ്ട്. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കും. അതിനെ തുടർന്ന് നിത്യതയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഇതാ സ്വർഗത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു നാള്. എന്നാൽ അതിനു മുൻപേ ഒരു കൂടാരത്തിന്റെ ഹല്ലേലൂയ അനുഭവം, അല്ലെങ്കിൽ ഒരു കൂടാര പെരുന്നാളിന്റെ അനുഭവം ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പെരുന്നാളുകളെല്ലാം ദൈവസഭയ്ക്ക് അന്വർത്ഥമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ സമയങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാ നേരത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ധാരാളം വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി തന്നു. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുള്ളപ്പോൾ ഏത് വിഷയങ്ങളും അവൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവകാശമുണ്ട്. നമ്മെ അവൻ വീണ്ടെടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നോക്കാം എന്നുള്ള ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നത്, പല ഭവനങ്ങളിലും സമാധാനമില്ലാതെ കുടുംബത്തിൽ കലഹവും പ്രശ്നങ്ങളും അസമാധാനവും നിരാശയും ഒക്കെ കൊണ്ട് മൂടിയിരിക്കുന്ന സാത്താൻ അങ്ങനെ എത്രയോ കുടുംബങ്ങളെയാണ് സമാധാനവും സന്തോഷമില്ലാതെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ ഈ നാളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ സമാധാനം വാഴുവാനായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങൾ മുഖാന്തരം സമാധാനമില്ലാത്ത മാതാക്കൾ പിതാക്കൾ ഒക്കെ വേദന കടിച്ചമർത്തുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ദൈവകൃപയിലേക്ക് വന്നാൽ നിശ്ചയമായും അവിടെയൊക്കെ വലിയ സമാധാനം വരുവാനിടയായിത്തീരും. അതുകൊണ്ട് ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങൾ മുഖാന്തരം സമാധാനം വരണം. ആ ഭവനത്തിന്റെ അന്തരീക്ഷം ദൈവകൃപയുള്ള അന്തരീക്ഷമായി മാറണം. അതിനായി നമുക്ക് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. ഷീജ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നിച്ച് മാതാപിതാക്കൾ കരങ്ങളെ കോർത്ത് പിടിക്കാം. നമുക്ക് കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ,
വാഗ്ദത്തങ്ങളിൽ നീ ഞങ്ങളോട് വിശ്വസ്തനായി ഇതുവരെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്തുള്ള കലഹങ്ങൾ നിന്നു പോകാനായി പ്രാർത്ഥിക്കുന്നു. മടവെട്ടി വെള്ളം വിടുന്നത് പോലെ കലഹത്തെ കൊണ്ടുവരുന്ന ദുഷ്ടവ്യാപാരങ്ങൾക്ക് ഈ വേളയിൽ കുഞ്ഞുങ്ങൾ നിമിത്തം നഷ്ടപ്പെടുന്ന, അവർക്ക് ജോലിയില്ലാത്ത, വാക്കുകൾ നഷ്ടപ്പെടുത്തുന്ന ദുഷ്ടവ്യാപാരങ്ങളെ ശാസിക്കുന്നു. Let there be peace. Amen, amen, amen. We declare shalom in the families. Amen, amen. യേശുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിന്റെ വിത്തുകൾ അത് ഈ നാളുകളിൽ ഫലം കായ്ക്കട്ടെ. യേശു ക്രിസ്തു മൂലം ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ആമേൻ.